വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് കുറച്ച് കലാപങ്ങളാണ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പും കേരളത്തിലെ കലാപങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എന്താ പറയുന്നത് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇത് നമ്മളിങ്ങനെ ഒരു രണ്ട് ക്ലാസ്സും കൂടി നമ്മൾ ഈ ഒരു കേരളത്തിലെ കലാപങ്ങൾ അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ക്ലാസ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരുന്നതായിരിക്കും. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാലോ. ഫസ്റ്റ് വൺ, ചാന്നാർ ലഹള. അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചാന്നാർ ലഹളയെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, എന്താണ് ചാന്നാർ ലഹള എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ചാന്നാർ ലഹള സംഘടിപ്പിക്കുന്നത്. 1859 ചാന്നാർ ലഹള നടക്കുന്നത്. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് അല്ലെങ്കിൽ മേൽവസ്ത്രം ധരിക്കാനുള്ള അനുവാദത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സമരമാണ് ചാന്നാർ സമരം എന്ന് പറയുന്നത്. അപ്പൊ ചാന്നാർ ലഹളയുടെ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും 1859 പറയുക എങ്കിലും ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1822 പറയണം. അപ്പൊ 1822 ഒന്നാം ചാന്നാർ ലഹള നടന്നത്. അല്ലെങ്കിൽ വെറുതെ ഒരു ചോദ്യം വരികയാണ് ചാന്നാർ ലഹള നടന്ന വർഷം, അപ്പൊ നമ്മൾ 1859 എന്ന് പറയും. തിരുവിതാംകൂറിലാണ് ചാന്നാർ ലഹള നടന്നത്. അപ്പൊ മേൽമുണ്ട് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി സ്ത്രീകൾ പോരാടിയ സമരമാണ് എന്നുള്ളത് കൊണ്ട് ഇതിനെ മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മാറുമറക്കൽ സമരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. അപ്പൊ മേൽമുണ്ട് സമരം എന്ന് പറഞ്ഞാലും മാറുമറക്കൽ സമരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏത് തന്നെയാണ്, ചാന്നാർ ലഹള തന്നെയാണ്. ഇതിന് നേതൃത്വം നൽകിയ കേരളത്തിലെ പ്രധാന നവോത്ഥാന നായകൻ അല്ലെങ്കിൽ ആത്മീയ നേതാവ് അല്ലെങ്കിൽ പ്രചോദനക്കാരനായിട്ടുള്ള ആത്മീയ നേതാവ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ ആത്മീയ നേതാവ്, കേരള നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ് അല്ലെ. ഇനി മേൽമുണ്ട് സമരം നടന്നത് 1859 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകളും മേൽമുണ്ട് ധരിച്ചോളോ എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവ് അദ്ദേഹം ഇറക്കുകയാണ്. അതും എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരവ് 1859 ജൂലൈ 26. അങ്ങനെ 1859 ജൂലൈ 26 അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കായിരുന്നു, സ്ത്രീകൾക്കായിരുന്നു മാറുമറിക്കാനുള്ള അവകാശം ഇല്ലാതിരുന്നു. അപ്പൊ എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കും മാറുമറിക്കാൻ അവകാശം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ഇത്രയാണ് ചാന്നാർ ലഹള. അപ്പൊ ചാന്നാർ ലഹള, ഒന്നാം ചാന്നാർ ലഹള 1822 നടന്ന സ്ഥലം തിരുവിതാംകൂർ. ഇനി ചാന്നാർ ലഹള നടന്നത് എന്ന് ചോദിക്കുമ്പോൾ 1859 അങ്ങനെ ഉത്തരം എഴുതിയാൽ മതി. ഇനി ചാന്നാർ ലഹളയ്ക്ക് എന്താ പറയുന്നത്, മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചാന്നാർ ലഹളയ്ക്ക് അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ ഉത്രം തിരുനാൾ മഹാരാജാവ് ഉത്തരവിറക്കിയത് 1859 ജൂലൈ 26 അദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ്? മദ്രാസ് ഗവർണർ ആയിട്ടുള്ള ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു ഉത്തരവിറക്കിയത്. ഇനി ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ വൈകുണ്ഠ സ്വാമികൾ അല്ലെ, ഓർക്കണം നമ്മൾ, നവോത്ഥാന നായകനെന്നോ ആത്മീയ നേതാവെന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാം. ഇനി ചാന്നാർ ലഹള തിരുവിതാംകൂറിൽ നടന്നുവെങ്കിൽ തിരുവിതാംകൂർ പോലെ തന്നെ തൃശ്ശൂര് മണിമലർക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതൊരു അമ്പലമാണ്. മണിമലർക്കാവിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തില് വേല ഉത്സവം നടക്കും. അപ്പൊ വേല ഉത്സവം നടക്കുമ്പോ ജന്മിമാര് ഈ അവർണ സ്ത്രീകൾ മാറുമറിച്ചിട്ട് വരാനായിട്ട് അനുവാദം കൊടുത്തിരുന്നില്ല. നമ്മുടെ ചാന്നാർ ലഹളയ്ക്ക് കാരണമായിട്ടുള്ള പോലെ തന്നെയുള്ള പരിപാടിയാണ് ഇത്. അപ്പൊ അതിനെതിരെ അവിടെ വേളാത്ത് ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞ ലേഡി, അതുപോലെ കെ കുറുമ്പ, KC കാളിക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുകയാണ്. ആ പ്രക്ഷോഭത്തിനെ വേലൂർ മാറുമറയ്ക്കൽ സമരം എന്ന് വിളിക്കുന്നു. കണ്ടോ? അപ്പൊ ഇത് അധികം പേര് കേട്ടിട്ടുണ്ടാവില്ലേ. ചാന്നാർ ലഹള എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 1952 തൃശ്ശൂർ ജില്ലയിലെ മണിമലർക്കാവമ്പലത്തിൽ നടന്ന സമരമാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം. വേലൂർ ട്ടോ, വേലൂർ മാറുമറയ്ക്കൽ സമരം ട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. വേലൂർ മാറുമറയ്ക്കൽ സമരം നടന്നത് 1952 തൃശ്ശൂർ ജില്ലയാണ്. ഏത് അമ്പലവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? മണിമലർക്കാവ് അമ്പലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അവിടെ വേല ഉത്സവം നടക്കുമ്പോൾ അങ്ങനെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ട് കേട്ടോ. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മലയാളി മെമ്മോറിയൽ. എന്താണത്?
അതായത് തിരുവിതാംകൂറിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ധാരാളം, അഭ്യസ്തവിദ്യർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പഠിപ്പും വിവരവുമുള്ള ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ തിരുവിതാംകൂറിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി വേണം എന്ന്, അല്ലെങ്കിൽ ജോലി തരണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തിരുവിതാംകൂർ ജനങ്ങൾ സമർപ്പിച്ച നിവേദനം, തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനത്തെയാണ് നമ്മള് മലയാളി മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ മലയാളി മെമ്മോറിയൽ എന്ന് മനസ്സിലായില്ലേ? തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് തിരുവിതാംകൂറിലുള്ള ഗവൺമെന്റ് ജോലികളൊക്കെ കൊടുത്തോളണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തരണം എന്ന് പറഞ്ഞ തിരുവിതാംകൂർ രാജാവിന് നൽകിയ നിവേദനത്തെയാണ് മലയാളി മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു നിവേദനം എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. 1891 CV രാമൻപിള്ള എഴുതി തയ്യാറാക്കിയ നിവേദനം ആർക്ക് കൊടുക്കുകയാണ്? ശ്രീമൂലം തിരുനാളിന് കൊടുക്കുകയാണ് കേട്ടോ, ശ്രീമൂലം തിരുനാളിന്. ഇനി അങ്ങനെ കൊടുക്കാനൊരു കാരണമുണ്ട്. വെറുതെ നമ്മൾ ഒരു ദിവസം ഒരു നിവേദനം എഴുതി കൊടുക്കാമല്ലോ. അതായത് ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ നമ്മുടെ തിരുവിതാംകൂറിൽ ഉണ്ടായിട്ടും ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് എന്താണ് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രവേശിപ്പിക്കുകയാണ്. അപ്പൊ തിരുവിതാംകൂറിൽ നിന്നല്ല, പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കുമതി ചെയ്തിട്ട് തിരുവിതാംകൂറിലെ ഗവൺമെന്റ് ജോലി കൊടുക്കുകയാണ് തിരുവിതാംകൂറിൽ നടന്നിരുന്നത്. അപ്പൊ അതിനെതിരെയാണ് ഇവരിങ്ങനെ ഒരു നിവേദനം സമർപ്പിച്ചത്. അപ്പോൾ തിരുവിതാംകൂറുകാരല്ലാത്തവർക്ക് സർക്കാർ സർവീസിൽ മുൻഗണന നൽകിയത് തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവര് അതിനെതിരെ സമർപ്പിച്ച നിവേദനത്തിനെ മലയാളി മെമ്മോറിയൽ എന്ന് വിളിക്കുന്നു. ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ആ നിവേദനം എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. അത് 1891 ജാനുവരി 1 ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയാണ്. അപ്പോ ഒരു നിവേദനമായിട്ടാണ് അത് കൊടുത്തത്. നിവേദനത്തില് 10,028 ആൾക്കാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. നിവേദനത്തിൽ ആദ്യം ഒപ്പുവെച്ചത് ആരറിയോ? KP ശങ്കരമേനോനാണ്. അതുപോലെ തന്നെ പൽപ്പു ഒക്കെ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒപ്പുവെച്ചിട്ടുള്ള ആ ഒരു നിവേദനം ശ്രീമൂലം തിരുനാളിന് തിരുവിതാംകൂറിലെ T രാമറാവു ദിവാനായിരിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളിന് നമ്മൾ സമർപ്പിക്കുകയാണ്. ഈ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ ആള് നമ്മുടെ ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം 1882 തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഇദ്ദേഹത്തെ പുറത്താക്കി. എന്തിനറിയോ നിങ്ങൾക്ക്? തിരുവിതാംകൂറുകാർ അല്ലാത്തവരെ സർക്കാർ സർവീസിലെ മുൻഗണന കൊടുത്ത് എന്താ പറയുന്നത്, ജോലിക്ക് കയറ്റി എന്നും പറഞ്ഞ് ലേഖനങ്ങൾ എഴുതിയത് കൊണ്ട് നമ്മുടെ ബാരിസ്റ്റർ GP പിള്ള, NN രാമപിള്ള, R രംഗറാവു തുടങ്ങിയ ആൾക്കാരെയൊക്കെ കോളേജിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം തന്നെ എന്തിനു നേതൃത്വം നൽകി? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകണ്ടായി. ക്ലിയർ ആയില്ലോ? ഇനി നേതാവായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു വെച്ചാലും KP ശങ്കരമേനോൻ ഉണ്ടായി, CV രാമൻപിള്ള, അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠപിള്ള ഒക്കെ തന്നെ, ഇവരൊക്കെ തന്നെ എന്തിന് കൂട്ടുണ്ടായിരുന്നു? ഈ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കാനുള്ള നേതാക്കന്മാരിൽ പെടുന്ന ആൾക്കാരായിരുന്നു. മലയാളി മെമ്മോറിയലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇവർ നിയമ ഉപദേശം തേടിയത് ഒരു ഇംഗ്ലീഷുകാരനോടാണ്. അദ്ദേഹത്തിന്റെ പേര് നോർട്ടൺ എന്നാണ്. അപ്പൊ നോർട്ടൺ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരന്റെ നിയമ ഉപദേശവും ഇവർക്ക് ലഭിക്കുകയുണ്ടായി. മലയാളി മെമ്മോറിയലിന് പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്, തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതാണ്. അതായത് തിരുവിതാംകൂറിലുള്ള ജോലി ഒക്കെ ആർക്ക് തന്നെ കിട്ടണം? തിരുവിതാംകൂറുകാർക്ക് തന്നെ കിട്ടണം എന്നുള്ളതായിരുന്നു. അപ്പൊ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ എന്താണ് മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം, അതായത് ഈ മുദ്രാവാക്യം എഴുതിയില്ല, ആ ആശയത്തിന്റെ ആള് ബാരിസ്റ്റർ GP പിള്ളയാണ്. അപ്പൊ ഈ മുദ്രാവാക്യത്തിന്റെ ആൾ ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് കേട്ടോ. ഇനി മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതുകയുണ്ടായി മിതഭാഷി എന്ന് പറയുന്ന പത്രത്തിലാണ്. അപ്പൊ മിതഭാഷി എന്ന് പറയുന്ന പത്രത്തിൽ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതി. കൂടാതെ CV രാമൻപിള്ള മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകവും രചിക്കുകയുണ്ടായി. പുസ്തകത്തിന്റെ പേര് വിദേശീയ മേധാവിത്വം എന്നാണ്. എന്താണ് പുസ്തകത്തിന്റെ പേര്? വിദേശീയ മേധാവിത്വം. അപ്പൊ ഇത്രയാണ് മലയാളി മെമ്മോറിയൽ. മനസ്സിലായല്ലോ? തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടും തിരുവിതാംകൂറിലുള്ള ആൾക്കാർക്ക്, അഭ്യസ്തവിദ്യർക്ക് ജോലി കൊടുക്കാതെ പുറത്തുനിന്ന് തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് തിരുവിതാംകൂറിലെ ഉയർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥ പദവികൾ കൊടുത്തതിനെതിരെ തിരുവിതാംകൂറിലുള്ള അഭ്യസ്തവിദ്യരായ ജനങ്ങളെ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച 10,028 പേർ ഒപ്പുവെച്ച നിവേദനത്തിന് വിളിക്കുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ. നിവേദനം നൽകിയത് 1891 ജാനുവരി 1. വളരെയധികം
ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. നേതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. സമർപ്പിച്ചപ്പോ ദിവാൻ ആരായിരുന്നു? ടി രാമറാവു ആയിരുന്നു. നിവേദനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമ ഉപദേശങ്ങൾ നമ്മൾ നേടിയത് നോർട്ടൺ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരന്റെ കയ്യിൽ നിന്നാണ്. നിവേദനം എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയതിന് കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടത് നമ്മുടെ ബാരിസ്റ്റർ GP പിള്ളയും രാമൻപിള്ളയും രംഗറാവുവിനെയൊക്കെയാണ്. ഇനി അടുത്തത് തിരുവിതാംകൂർക്കാർക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന്റെ എന്താ പറയാ മുദ്രാവാക്യത്തിന്റെ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇനി CV രാമൻപിള്ള ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മിതഭാഷയിലെ ലേഖനങ്ങൾ എഴുതി. അദ്ദേഹം വിദേശീയ മേധാവിത്വം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി, അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർത്തു വയ്ക്കുക. മലയാളി മെമ്മോറിയൽ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എതിർ മെമ്മോറിയൽ ആണ്. അപ്പൊ അതെന്താ എതിർ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിന് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നിവേദനം കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിനെയായിരിക്കും എതിർ മെമ്മോറിയൽ എന്ന് പറയുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഹിന്ദു മലയാളികള്, ക്രൈസ്തവ മലയാളികള്, തമിഴ് ബ്രാഹ്മണരൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ചേർന്ന് ഒപ്പുവെച്ച ഒരു ഉടമ്പടി ആരാണ്? മലയാളി മെമ്മോറിയലിന് എതിരെ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയാണ്. ഇതിനെയാണ് എതിർ മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്. അവര് 1891 ജാനുവരി 1-നാണ് കൊടുത്തതെങ്കിൽ ഇവര് 1891 ജൂൺ 3-നാണ് കൊടുത്തത്. 6-ാമത്തെ മാസം ജൂൺ 3-നാണ് കൊടുത്തത് എതിർ മെമ്മോറിയൽ. ഈ എതിർ മെമ്മോറിയലിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഈ രാമ അയ്യർ നേതാക്കൾ കേട്ടോ. ഈ രാമ അയ്യർ, രാമനാഥൻ റാവു, രാമനാഥൻ റാവു തുടങ്ങിയവരാണ് നേതാക്കള്. ക്ലിയർ ആയില്ലേ? അടുത്തൊരു മെമ്മോറിയലിന്റെ പേരാണ് ഈഴവ മെമ്മോറിയൽ. എന്താണ് ഈഴവ മെമ്മോറിയൽ? അപ്പൊ നേരത്തെ പറഞ്ഞത് എന്താണ്? എല്ലാവർക്കും ജോലി കിട്ടണം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ പറയണ എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂറില് ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം കൊടുക്കണം. നേരത്തെ പറഞ്ഞു ബ്രാഹ്മണർക്ക് മാത്രമേ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇപ്പൊ ഇവിടെ പറയണ എന്താണ്? ഈഴവർക്കും സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3-ന് സമർപ്പിക്കുകയാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ആരാണ് നേതൃത്വം നൽകിയത്? ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് കേട്ടോ. ഇനി അപ്പൊ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളില് എന്താ പറയുന്നത്, ഈഴവർക്കും കൂടിയും പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് ആർക്ക് തന്നെയാ സമർപ്പിച്ചേ? ശ്രീമൂലം തിരുനാളിന് തന്നെ സമർപ്പിച്ച ഹർജിയെ വിളിക്കുന്ന പേരാണ് ഈഴവ മെമ്മോറിയൽ. കൊടുത്തത് 1896 സെപ്റ്റംബർ 3-നാണ്. അത് കൊടുത്ത സമയത്ത് ശങ്കര സുബ്ബയ്യ എന്ന് പറയുന്ന ആളായിരുന്നു തിരുവിതാംകൂറിലെ ദിവാൻ. ഓർക്കുക, 13,176 ആൾക്കാര് ഒപ്പിട്ടതായിരുന്നു ഈ നിവേദനം. അങ്ങനെ ഇതിനെ നമ്മൾ ഒന്നാം ഈഴവ മെമ്മോറിയൽ അല്ലെങ്കിൽ ഈഴവ മെമ്മോറിയൽ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാം ഈഴവ മെമ്മോറിയലും സമർപ്പിക്കുകയുണ്ടായി. അത് സമർപ്പിച്ചത് 1900-ലാണ്. ആ സമയത്താണ് കേഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിക്കുന്നത്. അപ്പോ തിരുവിതാംകൂർ സന്ദർശിച്ച സമയത്ത് കേഴ്സൺ പ്രഭുവിന് തന്നെയാണ് നമ്മൾ നിവേദനം കൊടുക്കുന്നത്. ആ രണ്ടാം ഈഴവ മെമ്മോറിയലിലും നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. അപ്പൊ ഈഴവ മെമ്മോറിയൽ ഒന്നായാലും രണ്ടായാലും നേതാവ് ഡോക്ടർ പൽപ്പു തന്നെയാണ്. ആദ്യത്തേത് 1896 സെപ്റ്റംബർ 3-നാണെങ്കിൽ രണ്ടാമത് 1900-ലാണ്. ആദ്യം സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണെങ്കിൽ രണ്ടാമത് സമർപ്പിച്ചത് കേഴ്സൺ പ്രഭുവിനാണ്. ആദ്യം സമർപ്പിച്ചപ്പോ ദിവാൻ ആരാണ്? ശങ്കര സുബ്ബയ്യാണ്. കാരണം രാജാവിന് കൊടുക്കുമ്പോ ആ ദിവാന് എന്താ പറയുക, അവിടെ പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ പഠിച്ചു വയ്ക്കാം. രണ്ടാമത് ബ്രിട്ടീഷുകാർക്കല്ലേ നമ്മൾ കൊടുത്തേ, കേഴ്സൺ പ്രഭുവിനല്ലേ. അപ്പൊ കേഴ്സൺ പ്രഭുവിന്റെ പേര് മാത്രം ഓർത്താൽ മതി. ഒന്നാമത്തെ ആയാലും രണ്ടാമത്തെ ആയാലും ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കാൻ ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? പൽപ്പു ആയിരുന്നു എന്ന് ഓർക്കാം. ഇപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഒരു ലഹള, പ്രധാനപ്പെട്ട ലഹളയാണ് 1915 നടന്ന പുലയ ലഹള. 1915 നടന്ന പുലയ ലഹള. അതായത് ഒരു പെങ്കൊച്ച്, പഞ്ചമി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ ഊരൂട്ടമ്പലം എന്ന് പറയുന്ന ഒരു സ്കൂൾ പ്രവേശിപ്പിക്കാൻ അയ്യങ്കാളി ഒന്ന് ശ്രമിക്കുകയുണ്ടായി. അയ്യങ്കാളി ഈ കുട്ടിയും കൊണ്ട് എവിടേക്ക് പോവാണ്? ഊരൂട്ടമ്പലത്തുള്ള ഒരു സ്കൂളിൽ ചെന്നിട്ട് ഈ കുട്ടിക്ക് അഡ്മിഷൻ ചോദിക്കുകയാണ്. പക്ഷെ നടന്നില്ല, അഡ്മിഷൻ നടന്നില്ല. അധികാരികള്
അഡ്മിഷൻ തടഞ്ഞു, അതായത് പറ്റില്ല, കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയണം. അപ്പൊ ആ സമയം അതിനെതിരെ നടന്ന ലഹളയാണ് 1915 നടന്ന പുലയ ലഹള എന്ന് പറയുന്നത്. അപ്പൊ നേതാവ് ആരായിരിക്കും? അയ്യങ്കാളി അല്ലേ കൊണ്ടുപോയത്. അപ്പൊ കൊണ്ടുപോയ അയ്യങ്കാളി ആയതുകൊണ്ട് നേതാവ് അയ്യങ്കാളിയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയെ അല്ലേ, അല്ലെങ്കിൽ ഒരു ദളിത് വിദ്യാർത്ഥിയെ അല്ലേ, വിദ്യാർത്ഥിനിയെ അല്ലേ അവിടെ കൊണ്ടുപോയത്. അപ്പോ ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നടന്ന സമരമാണ് പുലയലാള. അപ്പൊ ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തിന് 1915 നടന്ന ലഹള എന്താണ്? പുലയ ലഹള. നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ഇനി അടുത്തത് ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്തല്ലേ, സ്കൂളിലല്ലേ പ്രവേശിക്കാൻ കൊണ്ടുപോയത്, അവിടെയല്ലേ ലഹള നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ലഹളയ്ക്ക് ഊരൂട്ടമ്പലം ലഹള എന്നൊരു പേരും കൂടി ഉണ്ട്. ഇപ്പൊ പുലയ ലഹള എന്ന് പറഞ്ഞാലും ഊരൂട്ടമ്പലം ലഹള എന്ന് പറഞ്ഞാലും ഒന്നെ. 1915 നടന്ന ഈ ലഹള കൊല്ലവർഷം 1990. അതുകൊണ്ട് തന്നെ ഇതിനെ 90-ാം ആണ്ട് ലഹള എന്ന് വിളിക്കുന്നു. അപ്പൊ പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പേരിനാട് ലഹള. എന്താണ് പേരിനാട് ലഹള? പുലയ ലഹള ആയിക്കോട്ടെ, പേരിനാട് ലഹള ആയിക്കോട്ടെ, നടന്നതൊക്കെ തന്നെ 1915 ഇപ്പൊ വർഷം അറിയാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. 1915 തന്നെ നടന്നു. ഇതിന്റെയും നേതാവ് ആരെന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. അപ്പൊ അതിനും ബുദ്ധിമുട്ടില്ല. പുലയ ലഹള നടന്നത് വിദ്യാഭ്യാസത്തിനാണെങ്കിൽ പേരിനാട് ലഹള നടന്നത് എന്താണെന്നറിയാമോ? താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് കല്ലുമാല ധരിക്കാൻ മാത്രമേ അന്ന് അവകാശം ഉണ്ടായുള്ളൂ. അപ്പോ അയ്യങ്കാളി പറയാണ്, നിങ്ങള് എന്താണ് കഴുത്തിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ എന്ത് ഉപേക്ഷിച്ചോളോ? കല്ലുമാല ഉപേക്ഷിച്ചോളോ. എന്നിട്ട് സവർണ ജാതിക്കാർ അണിയുന്നത് പോലെയുള്ള ആഭരണങ്ങള് നമുക്ക് അണിയാം. അപ്പൊ സവർണ ജാതിക്കാർ അണിയുന്ന പോലെയുള്ള ആഭരണങ്ങൾ അണിയാൻ, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള പുലയിൽ ഉൾപ്പെടെയുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ധരിക്കുന്ന കല്ലുമാല ഉപേക്ഷിക്കാൻ വേണ്ടി നടന്ന ലഹളയെ ആരുടെ നേതൃത്വത്തിൽ? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ലഹളയെ. ഏത് വർഷം? 1915 നടന്ന ലഹളയെ. ഇനി ലഹളയുടെ പേര് പേരിനാട് ലഹള. കാരണം എന്തുകൊണ്ടാണ്? കൊല്ലം ജില്ലയിലെ പേരിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ലഹളയായതുകൊണ്ട് അതിനെ പേരിനാട് ലഹള എന്ന് പേരിട്ടു. ഇനിയോ കല്ലുമാല ബഹിഷ്കരിക്കാൻ വേണ്ടി നടന്ന ലഹളയാണ് എന്നുള്ളത് കൊണ്ട് കല്ലുമാല ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം എന്നും വിളിച്ചു. ക്ലിയർ ആയോ? അപ്പൊ കല്ലുമാല സമരം, പേരിനാട് ലഹള നടന്നത് കൊല്ലം ജില്ല, വർഷം 1915, നേതാവ് അയ്യങ്കാളി. എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ? കല്ലുമാല സമരം എന്ന് തന്നെ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ കല്ലുമാല മാറ്റി മറ്റു സാധാരണ രീതിയിലുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ അണിയുന്ന പോലുള്ള ആഭരണങ്ങൾ അണിയാൻ വേണ്ടി നടന്ന പ്രക്ഷോഭം. അടുത്തതാണ് പൗര സമത്വ പ്രക്ഷോഭം. എന്താണ് പൗര സമത്വ പ്രക്ഷോഭം? അതായത് അഹിന്ദുക്കൾക്കും അവർണർക്കും ഒക്കെ തന്നെ റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കാൻ വേണ്ടി നടന്ന പ്രക്ഷോഭമാണ് പൗര സമത്വ പ്രക്ഷോഭം. കേരള ഹിസ്റ്ററിയില് നമ്മള് എന്താ പറയുന്നത്, ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലം പഠിച്ചപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും രണ്ടാക്കുകയാണ്. റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വം വകുപ്പിനെ മാറ്റി അത് ശ്രീമൂലം തിരുനാളാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ പൗര സമത്വ പ്രക്ഷോഭവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്ന ഒരു കാര്യമാണ്. അത് അന്ന് ഞാൻ പറഞ്ഞതാണ് ക്ലാസ് എടുത്തപ്പോഴും. പൗരസമത്വ പ്രക്ഷോഭം പറയാൻ നമുക്കൊന്നും കൂടെ. പൗരസമത്വ പ്രക്ഷോഭം 1919, 22 കാലയളവിൽ നടന്നു. ടി.കെ. മാധവൻ, എ.കെ. ജോൺ, എൻ.വി. ജോസഫ് തുടങ്ങിയ ആൾക്കാരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. അപ്പോ നമ്മളിപ്പോ തന്നെ പറഞ്ഞു, ശ്രീമൂലം തിരുനാളായിരുന്നു ഇതിന്റെ ഭരണാധികാരി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നടന്നേ? അതായത് നമ്മുടെ ദേവസ്വം വകുപ്പും റവന്യൂ വകുപ്പുകളില് ബ്രാഹ്മണർക്ക് മാത്രമാണ് എന്തുണ്ടായിരുന്നുള്ളൂ? ജോലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മറ്റു ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും കൂടെ ജോലി കിട്ടണം, അഹിന്ദുക്കൾക്കും അവർണർക്കും ഒക്കെ ജോലി കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പ്രക്ഷോഭം നയിച്ചപ്പോ ഒരു നിവൃത്തിയില്ലാണ്ട് ശ്രീമൂലം തിരുനാൾ എന്തു ചെയ്തു? ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്ന് വേർതിരിച്ചു. ദേവസ്വം വകുപ്പിൽ അപ്പോഴും ആർക്ക് തന്നെ ബ്രാഹ്മണർക്ക് തന്നെ ജോലി കൊടുത്തു. റവന്യൂ വകുപ്പില് അങ്ങനെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും പരിഗണിക്കാമെന്നൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. അങ്ങനെയാണ്
ഈ എന്താ പറയുന്നത് പ്രക്ഷോഭത്തിന്റെ അവസാനം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ സമത്വ പ്രക്ഷോഭം, ഈ വേറൊരു പേരിലും കൂടി വിളിക്കുന്നുണ്ട്, സമത്വവാദ പ്രക്ഷോഭം എന്നും കൂടി വിളിക്കുന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെ. പൗര സമത്വ പ്രക്ഷോഭം എന്ന് പറഞ്ഞാലും സമത്വവാദ പ്രക്ഷോഭം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അപ്പൊ നമ്മൾ ഈ ടി.കെ. ജോൺ അവരുടെയൊക്കെ പേര് പറഞ്ഞു അല്ലെ, സോറി ടി.കെ. ജോൺ അല്ല, എന്താണ് എ.ജെ. ജോൺ. അപ്പൊ ഈ എ.ജെ. ജോണും ടി.കെ. മാധവനും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു പൗരാവകാശ ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് രൂപീകരിക്കുകയാണ്. എന്നിട്ട് സർക്കാരിന് 1922 സർക്കാരിന് നിവേദനം സമർപ്പിച്ചു. ആ നിവേദനം കിട്ടിയപ്പോഴാണ് നമ്മുടെ ശ്രീമൂലം തിരുനാൾ ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്ന് മാറ്റിയത്. അങ്ങനെ ആൾക്കാർക്ക് ജോലി കിട്ടാനുമായി ട്ടോ. അങ്ങനെ പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ.കെ. പിള്ളയുടെ ഒരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിന്റെ പേര് നമ്മൾ പഠിക്കണം. സ്വരാട് എന്നാണ് പത്രം. എന്താണ് പത്രത്തിന്റെ പേര്? സ്വരാട്. അപ്പൊ പൗരസമത്വ പ്രക്ഷോഭം അല്ലെങ്കിൽ സമത്വവാദ പ്രക്ഷോഭം ക്ലിയർ ആയല്ലോ. എന്താണ് ദേവസ്വം വകുപ്പ് അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലൊന്നും ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനെതിരെ നടത്തിയ സമരമാണ്. അപ്പോഴും സമരം നടന്നതിന് ശേഷം ദേവസ്വം വകുപ്പും റവന്യൂ വകുപ്പും രണ്ടായി. റവന്യൂ വകുപ്പിലാണ് മറ്റുള്ളവർക്ക് ജോലി കിട്ടിയിട്ടുള്ളൂ, ദേവസ്വം വകുപ്പിൽ അപ്പോഴും ജോലി കിട്ടിയിട്ടില്ല. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. കാരണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ അങ്ങനെയുള്ള ഒരു പോയിന്റ് ഇട്ടാലോ. അടുത്തത് 1924 നടന്ന വൈക്കം സത്യാഗ്രഹമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സത്യാഗ്രഹമാണ് 1924 നടന്ന വൈക്കം സത്യാഗ്രഹം. എന്താണ് ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്നും പറഞ്ഞ് എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നു. വൈക്കം അമ്പലം മഹാദേവന്റെ അമ്പലമാണ്, മഹാദേവ ക്ഷേത്രമാണ്, ശിവന്റെ അമ്പലമാണ്. അവിടെ ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള അതിക്കൂടെ ഒരു അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തു കൂടെ പോലും താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അത്ഭുതം. അതാണ് അത്ഭുതം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമാണ് 1924 മാർച്ച് 30 ആരംഭിക്കുകയാണ്. അപ്പോ എന്താണ് പുലയ, ഈഴവ, നായർ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിന് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ തുടങ്ങിയ ആൾക്കാരായിരുന്നു ഇതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ. സത്യാഗ്രഹം ആരംഭിച്ച പ്രധാനികൾ ആര്? കുഞ്ഞാപ്പി പഠിക്കണം കേട്ടോ, ബാഹുലേയൻ, ഗോവിന്ദ പിള്ള. ആരംഭിച്ച വർഷം 1924 മാർച്ച് 30. എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേര് അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു ഇവരുടെ സമരമുറ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം, അയിത്തത്തിനെതിരായി ടി.കെ. മാധവൻ പ്രമേയം അവതരിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോൺഫറൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടില്ലേ? കാക്കിനാട കോൺഫറൻസ് അല്ലെ, കാക്കിനാട ENC 1923. അപ്പൊ ഓർക്കുക കേട്ടോ. ഇനി അപ്പൊ നമ്മൾ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ തുടങ്ങിയവരാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എങ്കിലും വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി.കെ. മാധവനും K.P. കേശവ മേനോനുമാണ്. ടി.കെ. മാധവൻ, K.P. കേശവ മേനോൻ. ഇവരെ കൂടാതെ CV കുഞ്ഞിരാമൻ, K. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, കുരൂർ നീലകണ്ഠപിള്ള, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള തുടങ്ങിയവരൊക്കെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചവർ അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന് മുന്നിലുണ്ടായിരുന്ന മറ്റു നേതാക്കൾ എന്ന് നമുക്ക് പറയാം. ഇനി ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിക്കുകയുണ്ടായ ഒരു ദേശീയ നേതാവ് അദ്ദേഹം ആചാര്യ വിനോബ ഭാവെയാണ്. കൂടാതെ ഗാന്ധിജി, EV രാമസ്വാമി നായ്ക്കർ തുടങ്ങിയവരൊക്കെ തന്നെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള ആളാണ്. അങ്ങനെ 1925 വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളത്തിൽ വന്നു എന്നുള്ളത് ഗാന്ധിജിയുടെ കേരള സന്ദർശനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആയില്ലോ. ഇനി വെല്ലൂർ ഒരു മഠ ഉണ്ടായിരുന്നു. വൈക്കത്തിനടുത്ത് വെല്ലൂർ മഠം എന്ന് പറഞ്ഞിട്ടൊരു മഠം ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ മഠമാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹ ആശ്രമമായിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഏത്? വൈക്കം സത്യാഗ്രഹ ആശ്രമമായിട്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ വെല്ലൂർ മഠം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ സ്വാമി സത്യവർദ്ധൻ, കോട്ടുകോയിക്കൽ വേലായുധൻ തുടങ്ങിയ ശിഷ്യന്മാര് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടും ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കണം. ഇനി ഈ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ്, ഇത് ഞാൻ പഠിപ്പിച്ചതാണ്, കേരള ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചതാണ്. വൈക്കം സത്യാഗ്രഹം
തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിബായിയുമായിരുന്നു. തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിബായിയുമായിരുന്നു. ഇനി വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട പല ജാഥകൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ജാഥയാണ് സവർണ ജാഥ. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അങ്ങനെ ഗാന്ധിജി പറഞ്ഞിട്ടാണ് മന്നത്ത് പത്മനാഭൻ ഈ സവർണ ജാഥ നയിക്കുന്നത്. 1924 നവംബർ 1-ന് 1924 നവംബർ 1-ന് എവിടെ തൊട്ട് എവിടെ വരെ? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. വൈക്കത്ത് നിന്ന് പോയി തിരുവനന്തപുരത്ത് 1924 നവംബർ 12-ന് അദ്ദേഹം എത്തുകയാണ്. അപ്പൊ ആ സവർണ ജാഥ എപ്പോഴും ചോദിക്കാറുണ്ട്, വൈക്കം ഏത് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആണ് വൈക്കം സവർണ ജാഥ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സവർണ ജാഥ നയിച്ചതാരാന്ന് ചോദിക്കാം, സവർണ ജാഥയുടെ വർഷം എന്നാണെന്ന് ചോദിക്കാം. ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും വളരെ പ്രധാനമാണ്. ഇത് കൂടാതെ വേറൊരു തിരുവനന്തപുരത്തേക്ക്, അതായത് നാഗർകോവിലും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് എം.ഇ. നായിഡു ആണ്. ആരാണ്? എം.ഇ. നായിഡു ട്ടോ. ഇനി അടുത്തത് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. ഇദ്ദേഹത്തെയാണ് നമ്മൾ പെരിയോർ, അല്ലെങ്കിൽ വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നൊക്കെ വിളിക്കുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കരെയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രതിമയും വൈക്കത്ത് കാണാം നമുക്ക്. വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണമൊക്കെ കൊടുക്കുകയുണ്ടായി. ആരാന്നറിയോ നിങ്ങൾക്ക്? പഞ്ചാബിൽ നിന്നെത്തിയ അകാലികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർ. പഞ്ചാബിൽ നിന്നെത്തിയ അകാലികള് വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണശാല തുറന്നു കൊടുത്തു. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ ലാൽ സിംഗ് ആണ്. അപ്പൊ പഞ്ചാബിൽ നിന്ന് വൈക്കം സത്യാഗ്രഹവുമായിട്ട് എത്തിയിട്ട് അനുകൂലം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയ ആൾക്കാർ അകാലികളാണ്. ഈ അകാലികളുടെ നേതാവ് ലാൽ സിംഗ് ആണ് അല്ലെ. ഇനി അതുകൂടാണ്ട് നമ്മൾ പറഞ്ഞു ആചാര്യ വിനോബാ ഭാവെ വന്നു, ഗാന്ധിജി വന്നു, ഇ.വി. രാമസ്വാമി നായ്ക്കർ വന്നു. ഇവരൊക്കെ എന്നിട്ടുള്ള ദേശീയ നേതാക്കളാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ തന്നെ അടിസ്ഥാന തത്വം, വൈക്കം സത്യാഗ്രഹം വിജയിച്ചു, അത് സ്വാതന്ത്ര്യത്തിന്റെ തന്നെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. മനസ്സിലായോ? ഈ വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂറില് ടി രാഘവയ്യ എന്ന് പറയുന്ന ആളായിരുന്നു കേട്ടോ ദിവാൻ. ആരാണ്? ടി രാഘവയ്യ. വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെ ബാക്കി എല്ലാ നിരത്തുകളും ജാതി മത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും നടക്കാനുള്ള അവകാശം കൊടുത്തുകൊണ്ട് 1925 നവംബർ 23-ന് ഉത്തരവായി. 1925 നവംബർ 23-ന് നമുക്ക് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാണ് ക്ഷേത്ര പരിസരം കേട്ടോ. ഇനി വൈക്കം സത്യാഗ്രഹം അങ്ങനെ നവംബർ 23-ന് അവസാനിച്ചു. അപ്പൊ 603 ദിവസത്തോളം അല്ലെ, ഏകദേശം 2 വർഷത്തോളം എന്തുണ്ടായിരുന്നു? വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നു. ഈ ദിവസം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നാൽ തിരുവിതാംകൂറില് ഇപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ കാര്യം നമ്മൾ പറയണേ, തിരുവിതാംകൂറിൽ കുറെ വേറെ ക്ഷേത്രങ്ങളില്ലേ? എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കും ആയിട്ട് തുറന്നു കൊടുത്ത വർഷം എന്നാന്ന് ചോദിച്ചാൽ 1928ആണ്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവർക്കും പോവാം എന്നുള്ള രീതിയിൽ അനുമതി കൊടുത്തത് 1928ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം ഓർക്കുക. അപ്പൊ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അഹിന്ദുക്കൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് സംശയിക്കാം. പക്ഷെ വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളും ഉണ്ട്. അവരാരൊക്കെയാണ്? അപ്പൊ അവർക്ക് ഇവരെക്കാൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആരൊക്കെയാണ്? അനുകൂലം പ്രകടിപ്പിച്ചവരാരൊക്കെയാണ്? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ, PM സെബാസ്റ്റ്യൻ, ജോർജ് ജോസഫ് തുടങ്ങിയവർ വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് 1926-ൽ നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹമാണ്. എന്താണ്? ശുചീന്ദ്രം സത്യാഗ്രഹം. അപ്പൊ വൈക്കം സത്യാഗ്രഹം നടന്നു, അതിനൊരു നല്ല റിസൾട്ട് കിട്ടി. പക്ഷെ ദക്ഷിണ തിരുവിതാംകൂറിലെ സഞ്ചാര സ്വാതന്ത്ര്യം, അതായത് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് നടക്കാൻ, ഏത് വഴി കൂടെ നടക്കാൻ? അമ്പലത്തിന്റെ വഴികളിലൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരമാണ് ശുചീന്ദ്രം സമരം. ശുചീന്ദ്രവും ശിവക്ഷേത്രമാണ്. അതിന്റെ ചുറ്റുവഴികളിൽ കൂടി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് 1926 ഫെബ്രുവരി 19 നടത്തിയ സമരം. 1926 ഫെബ്രുവരി 19 നടത്തിയ സമരമാണ്. അങ്ങനെ നേതാവ് ഡോക്ടർ എം.ഇ. നായിഡു നേതാവായിട്ട് സമരമൊക്കെ തുടങ്ങി. ഇനി അടുത്ത ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ശുചീന്ദ്രം സമരം തുടങ്ങിച്ചാലും സവർണ ജാതിക്കാര് ഈ സമരം അടിച്ചമർത്തി 1926 തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അടിച്ചമർത്തി. പക്ഷേ സത്യാഗ്രഹം 1930 മെയ് 13-ന് ഇവര് പുനരാരംഭിച്ചു. അപ്പൊ പുനരാരംഭിച്ചപ്പോ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗാന്ധി രാമൻ പിള്ളയായിരുന്നു.
ആരാണ്? ഗാന്ധി രാമൻപിള്ള. കൂടാണ്ട് എം.ഇ. നായിഡുവിന്റെ വസതിയിൽ ഒരു യോഗം വിളിച്ചു കൂട്ടുകയും ശുചീന്ദ്ര സത്യാഗ്രഹ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് എം സുബ്രഹ്മണ്യ പിള്ളയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പൊ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? എം സുബ്രഹ്മണ്യ പിള്ളയാണ്. സെക്രട്ടറി ആയിട്ട് എം.ഇ. നായിഡുവിനെയും തെരഞ്ഞെടുത്തു. ഇനി ഇതിന്റെ ക്യാപ്റ്റൻ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു, ആരായിരുന്നു? ഗാന്ധി രാമൻപിള്ളയാണ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി മുത്തുസ്വാമിയാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ സി മുത്തുസ്വാമിയാണ്. ഈ സി മുത്തുസ്വാമിയെ ഗാന്ധിദാസ് എന്നും കൂടി വിളിക്കും. അപ്പൊ ഗാന്ധിദാസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? സി മുത്തുസ്വാമിയാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു സത്യാഗ്രഹം കൂടെ നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ എന്താ പറയുന്നത് ക്ഷേത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ഷേത്ര പ്രവേശനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെയാണ്. പേര് ഗുരുവായൂർ സത്യാഗ്രഹം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? 1931 ആ വർഷം ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും ഗുരുവായൂർ സത്യാഗ്രഹത്തിന് 1931 നടന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പൊ ഏത് ക്ഷേത്ര പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമുണ്ട് PSCക്ക്. അങ്ങനെ ചോദിക്കാൻ ഉത്തരം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. ഏത് ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്തി എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. നടന്ന വർഷം 1931 നവംബർ 1 എന്ന് നടന്നു. 1931 നവംബർ 1. ഇനി നേരത്തെയൊക്കെ നേതൃത്വം നൽകിയത് വ്യക്തികളായിരുന്നു എങ്കിൽ ഇവിടെ നേതൃത്വം നൽകിയത് ഒരു സംഘടനയാണ്. സംഘടനയുടെ പേര് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാച്ച KPCC. KPCC ആണ് ഇതിന് നേതൃത്വം നൽകിയത്. KPCCയുടെ 1931 വടകര സമ്മേളനത്തിലാണ് ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം നടത്താമെന്ന തീരുമാനം നമ്മൾ എടുക്കണത്. ആ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് JM ഗുപ്ത എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പൊ വടകര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് നോക്കണം. JM ഗുപ്ത. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വടകര സമ്മേളനത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. അതിന്റെ പ്രധാന നേതാവ് KK എളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? KK എളപ്പനാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പ്രധാന നേതാവ് ആരാണ്. അടുത്ത ചോദിച്ചിട്ടുള്ളതാണ് വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? അതും പരീക്ഷയുടെ ചോദ്യമാണ്. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. സെക്രട്ടറി ആരാണ്? അതും പരീക്ഷയുടെ റിപ്പീറ്റേഷൻ തന്നെയാണ്. അതും KK എളപ്പൻ. അപ്പോ പ്രധാന നേതാവും സെക്രട്ടറിയും കേളപ്പനാണ്. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് KK എളപ്പൻ നിരാഹാരമൊക്കെ ഇരുന്നു KK എളപ്പൻ. പക്ഷെ 1932 സെപ്റ്റംബർ മാസം തൊട്ട് നിരാഹാരം ഇരുന്നു. ഒക്ടോബർ 2 ആയപ്പോഴേക്കും ഗാന്ധിജി വന്നിട്ട് നിരാഹാരം അവസാനിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശനത്തിന്റെ ക്യാമ്പയിൻ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഇനി സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ കേരളത്തിലെ പാടുന്ന പടവാൾ എന്ന് നമ്മുടെ EMS നമ്പൂതിരിപ്പാട് വിശേഷിപ്പിക്കേണ്ടത്. അപ്പൊ സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെയും കേരളത്തിലെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്ഷേത്രത്തിൽ കയറി മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആര്? അപ്പൊ ക്ഷേത്രത്തിലെ മണി കൊട്ടാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുള്ളൂ. ആ മണി മുഴക്കിയ അബ്രാഹ്മണൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. P കൃഷ്ണപിള്ളയാണ്. ആരാണ്? P കൃഷ്ണപിള്ള. അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹവും ഭംഗിയായിട്ട് അവസാനിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ അമ്പലം നിലനിന്നിരുന്ന താലൂക്ക് ഏതാന്ന് ചോദിക്കാന്ന് വെച്ചാൽ പൊന്നാനി താലൂക്കാന്ന് പറയണം. ഏതാ താലൂക്ക്? പൊന്നാനി താലൂക്ക്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇത്ര പഠിച്ചാൽ മതി. ഒരു ക്ലാസ്സും കൂടെ കഴിയുമ്പോൾ കേരളത്തിലെ കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്കിവിടെ തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അത് കാണാം. അപ്പോഴേ നമുക്കൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവുള്ളൂ. അത് കണ്ട് നിങ്ങൾ പഠിക്കുക. എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുക വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.